ജെജെക്കിന്റെ സീസൺ 3 എപ്പിസോഡ് 3 ഒത്തിരിയധികം ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ഒരൊറ്റ വീഡിയോ കണ്ട അതെല്ലാം സിമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ആദ്യം തന്നെ 3 സ്റ്റേജിനെ പറ്റിയാണ് ടെങ്കൻ സംസാരിക്കുന്നത്. ഒന്നാമത് കെഞ്ചോക്കിന്റെ പ്ലാൻസ് എന്താണ്, രണ്ടാമത് കള്ളിങ് ഗെയിംസ് എന്താണ്, മൂന്നാമത് ഗോജോനെ എങ്ങനെ ഫ്രീ ചെയ്യാം. സോ ആദ്യം തന്നെ 12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ റിക്കോ മരിച്ചിരുന്നു. ആൻഡ് ഈ റിക്കോ ആയിരുന്നു സ്റ്റാർ പ്ലാസ്മ വെസൽസ്, അതായത് ടെങ്കനുമായിട്ട് മെർജ് ചെയ്ത ആൾ. എന്നാൽ അവിടെ റിക്കോ മരിച്ചതുകൊണ്ട് ടെങ്കൻ ഇപ്പം ഒന്ന് ഇവോൾവ് ആയി. ഇവ മനുഷ്യനെക്കാട്ടി കൂടുതൽ ഇപ്പൊ ടെങ്കൻ ഒരു കേഴ്സ് പോലെയാണ്. ആൻഡ് ഈ ഒരു അവസ്ഥ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് കെഞ്ചാക്കോന് ഇപ്പൊ ടെങ്കനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് ഇത് തന്നെയാണ് കെഞ്ചാക്കോന്റെ മെയിൻ പ്ലാൻ. അതായത് ടെങ്കനെ ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് ജപ്പാനിലുള്ള എല്ലാ മനുഷ്യരെ മെർജ് ചെയ്യിക്കണം. സോ ഈ ഒരു പ്ലാനിന്റെ അടിസ്ഥാനമാക്കിയാണ് കള്ളിങ് ഗെയിംസ് ഇപ്പോൾ നടക്കുന്നത്. കള്ളിങ് ഗെയിംസ് എന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി മൂന്നാമത്തെ കാര്യം, ഗോജോനെ എങ്ങനെ അൺസീൽ ചെയ്യാം. ഗോജോനെ അൺസീൽ ചെയ്യാൻ ഒരു മാർഗ്ഗമുള്ളൂ, അത് ദി ബാക്ക് ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് ഈ ബാക്ക് ഗേറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സാധനങ്ങളുടെ ആവശ്യമുണ്ട്. ഒന്നാമത്തത് ബ്ലാക്ക് റോബും, രണ്ടാമത് ദി ഇൻവെർട്ടഡ് സ്പിയർ ഓഫ് ഹെവൻ ആണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഗോജു തന്നെ ഇത് രണ്ടും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി ഒരു മാർഗം കൂടെ ഉണ്ട്, അതാണ് നമ്മുടെ ഏഞ്ചൽ. ഏഞ്ചലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ കേസ് ടെക്നിക് യൂസ് ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ കേസും ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ പുള്ളിക്കാരനെ വെച്ചുകൊണ്ട് ഇപ്പൊ ഗോജുനെ ഫ്രീ ചെയ്യണം. ഇത്രയൊക്കെയാണ് ആ ഒരു എപ്പിസോഡിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കളിങ് ഗെയിംസിനെ കുറിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട.